എന്റെ അമ്മയ്ക്ക് സാർ സാർ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല. നിനക്ക് എന്റെ വണ്ടി കണ്ടല്ലോ ചാടി ചാവാൻ. കഥ കഴിഞ്ഞില്ലേ? ഇല്ല സാർ, പാതി ആയതേ ഉള്ളൂ. ഇന്റർവെൽ. ഓ പത്മ, ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, പത്മ നേരെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? ആരാണ് താൻ? എന്ത് ധൈര്യത്തിലാണ് എന്റെ ദേഹത്ത് തൊട്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇതെന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാം ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒരു പെൺകുട്ടി നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാമാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണെന്ന്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായി. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിലിന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിലൊന്നും വായികയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട് 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 മാത്രമല്ല, എല്ലാം കൊണ്ടും ഐ ലവ് യു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം? അല്ല, ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ മനസ്സിലായി, വിഷമിക്കണ്ട. അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഞാൻ ആരുടെയും അമ്മച്ചിയല്ല. അല്ല, പ്രായം കൊണ്ട് ഒരിക്കലുമല്ല. പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി അമ്മച്ചി എന്ന് വിളിക്കും. ദാ ഇനി ആവർത്തിക്കില്ല. ആ, അമ്മായി നേര് പറ. അമ്മായിക്ക് എത്ര വയസ്സായി? 30ഓ 32ഓ? അതില് കൂടുതലൊക്കെ ഉണ്ട്. ഏതായാലും 33 കൂടില്ല, കൂടാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മായി അളിയാ, പൊന്നളിയാ, നീ എവിടെ ആയിരുന്നു അളിയാ? എന്റെ പൊന്നളിയാ, കൈയെടുക്കാൻ നിനക്ക് എന്ത് വെച്ചോ? ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹോ? എന്തിന്? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷ സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പും വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ? ഇതെന്താ? ലിപ്സ്റ്റിക്കോ? എന്താണ്? ചോദിച്ചിട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താ സെന്റിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്റിന്റെ മണം കാണും. അതിനകത്ത് അസുഖപ്പെട്ട കാര്യമില്ലേ? ഫോണിവിടെ പത്മോ? ദൈവമേ, ഞാനാ ശ്രീകുട്ടി.
ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ? അത് പിന്നെ ഞാൻ പിന്നെ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു. അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആകെ ബിസി ആയിപ്പോയി മോളെ. അതാ ഞാൻ വരാ. ഹലോ, എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറ്റിയില്ല, ശബ്ദം പോയി, നല്ല സുഖമില്ല. ആ പിന്നെ വിളിച്ചാ മതി. ആ ആരാ വിളിച്ചത്? ഡാഡിയാ. വെസ്റ്റ് ജർമ്മനിയിൽ ഒരു ഗോൾഡൻ പോമറേനിയൻ പട്ടിയെ കൊണ്ടുതരുന്നു. അതിനല്ല സുഖമില്ല, അത്ര കഷ്ടമായി പോയി. വാട്ട് ഹാപ്പൻ ശ്യാം? ശബ്ദത്തിന് എന്ത് പറ്റി? എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പോവും പിന്നെ തിരിച്ചു വരും. ഓഹോ ശ്യാം, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലൈറ്റ് മുഴുവൻ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ? യെസ്. അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്ത് തന്നെയാണോ? ഇല്ല, അത് മാറും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞതാ, ഞാൻ കേട്ടതല്ലേ. സത്യം പറയൂ, ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ അല്ല ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. ആരാ ഇന്ദുമേനോൻ? ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു. ഇന്ദുമേനോനാ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്? വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ. അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാപ്പില്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു. ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദുമേനോൻ? ഓ, ഇന്ദു മേനോൻ. ആ, ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ? മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തിയാണോ? ആണോല്ലോ, ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും. ഇതെങ്ങനെ എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പൊസസീവാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3-4 കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈയിടെ എന്ന് പോലെയാണ് ഈ ഹിന്ദുക്കൾക്ക് 3-4 കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്. ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അതെ, എന്തുദ്ദേശിച്ച അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3 ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവുക? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണളിയാ. എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ. അല്ലെ, കൈ കൊടുക്കളിയാ. ശരിയാവൂല. അണ്ണാ, അയ്യോ ചതിച്ചണ്ണ. അണ്ണോ, അണ്ണന്റെ മുറപ്പണ് ഒരു തടിയിൽ കൂടെ താഴെ നിൽക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണന്റെ സ്വന്തക്കാരാണ് തോന്നുന്നു. വേറും ചത്തല്ലോ. എങ്കിൽ എന്റെ അമ്മാവനെ ശ്രീകുട്ടിയുടെ അച്ഛൻ
ഇല്ല ഗെറ്റടി അമ്മ വന്നിരിക്കുന്നു പെണ്ണ് കാണാൻ. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയാനൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്കും. പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ ബസ് സ്റ്റാൻഡിലെ അല്ല പിന്നെ ട്രെയിനിലാണ്, ടാക്സിയില. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ. ഇവന്റെ വീടാ ഇത്. സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കുട്ടപ്പൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ? അതെ. നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു. പക്ഷേ പിന്നെ വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ കാറിനാ കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. വരണം കഥ തുറക്കാം. വരണം ഇരിക്കണം. പിന്നെ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും. കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് നമ്മള് ചിരിച്ചിരിച്ച് സമാധാനക്കാരനാണെന്ന് പറഞ്ഞെങ്കിലും ഇത്ര വലിയ ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുകുന്ന അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാണ് ഇതാണോ? അതെ അതെ. അയ്യോ, ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. അമ്മാവ സാരല്ല അമ്മാവ. പ്രശ്നം അവസാനിക്കാൻ പോകുന്നോണ്ട് ആരെ കണ്ടാലും ഇത് പതിവാ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ല അല്ലേ മോളെ? എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല, എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. ചായ? ഹേയ് വേണ്ട, നേരമില്ല. അത് പറ്റില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹങ്ങൾ നീട്ടിക്കൊണ്ടുപോയാൽ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവയും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതി. എത്ര നാളായിട്ടാ ഞാനിവിടെ ഒറ്റത്തടിയായിട്ട്. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു പ്രതിഷ്ഠാന പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റുമോ? അല്ല, എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ചൊന്നുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ലത്. അപ്പൊ ചായ വേണ്ട. നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്കകം ഞാനവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു. കമ്പനി വണ്ടി കൊണ്ടുവിടും. കമ്പനി വണ്ടി കൊണ്ടുവിടും. അമ്മാവനെ എലീന ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി. നമ്മൾ കമ്പനിക്കാരെ പോകാം സാർ. നിന്റെ ഒന്നും ഓസാൻ എനിക്ക് ആവശ്യമില്ല. വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം. കേറുമ്പോളെ ഇതാ ഇതിൽ തന്നെ പോണോ സാർ? നമുക്ക് കമ്പനിക്കാരെ പോയാ പോരെ സാർ? ഒന്നും പറയണ്ട, പോ. അയ്യോ, അടുത്ത മുകളിലുള്ള രണ്ടും കൂടെ ഇടിച്ച് തൊലയും. എലീന എന്ന് വരും? വരുമ്പോ അറിയിക്കാം. മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഞങ്ങൾ കാത്തിരിക്കും. അയ്യോ, അവിടെ ആരുമില്ല. വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല. താക്കോലുണ്ടെങ്കിൽ തുറക്കണം. എങ്ങനെ? അവരെല്ലാം ഇല്ല. എന്താ കുട്ടപ്പേ പറയുന്നത്? അതല്ല. അയ്യോ, തൊലഞ്ഞിന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മോളോട് വരിക. ഇപ്പൊ വരും. ഇപ്പൊ വരും. ബൈ എലീന. വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ്. ഹായ്. ഹായ്.
പോയോ കം കം വരൂ വരൂ കുട്ടപ്പാ വണ്ടി എടുക്ക എന്താടാ അപ്പൊ കണ്ടില്ലേ എന്തോന്ന് നിനക്ക് എന്താടാ വണ്ടി എടുക്കാൻ എന്തായാലും വേണം ടിക്കമ്മായി എന്താ ബോംബെ ഫ്ലൈ ഹലോ അല്ലെന്താ ലീവിലാണോ? അതെ. ഫ്ലൈറ്റ് സമയം മാറ്റിയപ്പോ വലിയ സൗകര്യമായി. ഇന്ദുവിന് അത് വളരെ സൗകര്യമായി, പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിങ്ങും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകുമേ. ഇപ്പോഴത്തെ ടൈമിംഗ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയം മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്, എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം. അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എയർലൈൻസിന് കഴിയുമോ? അതില്ല, കുറച്ചുനാൾ ഒരാൾ സൂഹിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂഹിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ന്യായം. That's right. എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റിയെന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കരായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. ഇന്ദു തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ലെന്നേ. സത്യം സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഓ, ഐ എം സോറി. അയ്യോ, എത്ര വർഷം കിടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല, ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട. ഇന്ദു അകത്തെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ എണ്ണയുമായിട്ട് അങ്ങ് വരാം. ഓക്കെ. അയ്യോ, ഇത് നല്ല ഇനമാ. കംപ്ലീറ്റ് തടയാൻ. റിലാക്സ് 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 റിലാക്സ്. ഉളുക്ക് പോയി. പോയോ? ഇങ്ങനാക്കി ഇങ്ങനാക്കി ഇങ്ങനെ അങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. ആ